കഅബന്റെ സമീപത്ത് പോയി നമ്മൾ ഹജ്ജ് ചെയ്താൽ കഅബ വല്ലതും തരുമെന്ന പ്രതീക്ഷയിലാണോ? ഇതുപോലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റസൂലുള്ള തരും എന്ന നിലക്കല്ലത്രേ നമ്മുടെ തേട്ടം. പിന്നെയോ നിമിത്തമാണ് 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 അയാളും നിമിത്തമായി പോയി. ഏത് മുഅ്ജിസത്തും കറാമത്തും റബ്ബിന്റെ അനുമതി പ്രകാരമാണ്. അതിലിവിടെ ആർക്കും തർക്കമില്ല. ശൈഖ് ജീലാനി തങ്ങൾ സഹായിച്ചാലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചാലും ആര് സഹായിച്ചാലും സഹായത്തിന്റെ മാനദണ്ഡം അല്ലാഹയാണ്. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ബദരീങ്ങളോട് തേടിയാലും ഔലിയാക്കളോട് തേടിയാലും അതേ ഡോക്ടറോട് തേടിയാലും യഥാർത്ഥത്തിൽ തരുന്നവൻ അല്ലാഹു തന്നെ. ഇതാ സുന്നികളെ വിശ്വാസം. അത് കറകളഞ്ഞ തൗഹീദാണ്. അതിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. റസൂലുള്ള തരും എന്ന നിലക്കല്ലത്രേ നമ്മുടെ തേട്ടം. പിന്നെയോ നിമിത്തമാണ് 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 അയാളും നിമിത്തമായി പോയി. മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ബദരീങ്ങളോട് തേടിയാലും ഔലിയാക്കളോട് തേടിയാലും അതേ ഡോക്ടറോട് തേടിയാലും യഥാർത്ഥത്തിൽ തരുന്നവൻ അല്ലാഹു തന്നെ. ഇതാ സുന്നികളെ വിശ്വാസം. അത് കറകളഞ്ഞ തൗഹീദാണ്. അതിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. ഡോക്ടർ ഒരു നിമിത്തമാണ്. അങ്ങനെ എല്ലാം ഫിസിയോതെറാപ്പി ഇതൊക്കെ ഒരു നിമിത്തമാണ്. എല്ലാം നിമിത്തം ഒരേ അളവിലാണ് ഇപ്പൊ അയാൾ കൊണ്ടുപോകുന്നത്. ഇത് കറകളഞ്ഞ തൗഹീദാണ്. അതിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല.